ദേവു ദേവു എന്താ രമേശേട്ടാ? നീ ഇങ്ങൊന്ന് വന്നേ. എന്താ കാര്യം എന്ന് പറ രമേശേട്ടാ, ഞാനിവിടെ ഒരു പണിയിലാ. നീ ഇങ്ങൊന്ന് വന്നേ, ഒരു അത്യാവശ്യ കാര്യം ചോദിക്കാനാ. ആ വരുന്നു. എന്താ രമേശേട്ടാ, എന്തിനാ എന്നെ വിളിച്ചേ? ദേവു, നിന്റെ കുഞ്ഞമ്മയുടെ മോനില്ലേ, അവനിപ്പോ എവിടെയാ? അബുദാബിയിലോ ഒമാനിലോ? ഇത് ചോദിക്കാനാണ് നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചേ? മര്യാദക്ക് ഒരു പണിയും ചെയ്യാൻ വിടില്ലല്ലോ. എടി, ഞാനത് ഫേസ്ബുക്കിലൊരു ഫോട്ടോ കണ്ടപ്പോ അപ്പൊ നിന്നോട് ചോദിക്കാന്ന് വിചാരിച്ച് ചോദിച്ചാ. അതെന്നും നിങ്ങൾക്ക് ദേവു ദേവു എന്ന് വിളിച്ച് പോകുന്ന സമയത്ത് തന്നെ ചോദിച്ചൂടായിരുന്നോ? എടി, നീ ഒന്ന് ക്ഷമിക്കടി, ഞാനിനി അങ്ങനെ വിളിക്കില്ല. വിളിക്കാണ്ടിരുന്ന നിങ്ങൾക്ക് കൊള്ളാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് കൊള്ളൂ. അതില്ല എപ്പോഴുള്ള സൂക്കേട്, എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇങ്ങനെ കാര്യമില്ലാണ്ട് വിളിക്കുന്ന ആണിട്ട് കാണിച്ചു കൊടുക്കും ഞാൻ. ദൈവമേ, ഇവളാകെ കലിപ്പിലാണല്ലോ. എന്ത് പറ്റിയച്ചാ? അമ്മയാകെ ദേഷ്യത്തിലാണല്ലോ. ഒന്നുമില്ല മക്കളെ, നിങ്ങളുടെ അമ്മേനെ ഞാൻ എന്തെങ്കിലും വിളിച്ചുപോയി, അതിന്റെയാ. അമ്മ അടുക്കളയിൽ എന്തെങ്കിലും പണിയെടുക്കുന്ന സമയത്തായിരിക്കും അച്ഛൻ വിളിച്ചിട്ടുണ്ടാവുക, അല്ലേ? ആ, അങ്ങനെ പറ്റിപ്പോയി. അല്ല മക്കളെ, സ്കൂളെല്ലാം തുറക്കുന്നല്ലേ, നമുക്ക് സ്കൂൾ ഷോപ്പിങ്ങിന് പോകണ്ടേ? ഇന്ന് പോകുന്നുണ്ടോ അച്ഛാ? ഇന്ന് തന്നെ പോയേക്കാം. മക്കള് പോയി ഡ്രസ്സെല്ലാം മാറ്റിട്ടോ. ഇല്ല മക്കളെ, ഞാൻ രാവിലെ തന്നെ അവളോട് ചോദിച്ചായിരുന്നു, അപ്പൊ അവള് ഇല്ലാന്ന് പറഞ്ഞേ. നിങ്ങളെയും കൂടെ കൂട്ടിയിട്ട് ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചാൽ വാങ്ങിക്കാനാ പറഞ്ഞേ. എന്നാൽ ഞങ്ങൾ ഇപ്പൊ റെഡി ആയിട്ട് വരാച്ചാ. വാച്ചിന്ന് വേഗം പോയിട്ട് മാറ്റാം. അച്ഛൻ ഞങ്ങൾ റെഡിയായി, ഇനി പോയാലോ? നിങ്ങളോട് റെഡിയാക്കാൻ പറഞ്ഞിട്ട് ഞാൻ റെഡിയാക്കാൻ വിട്ടുപോയി മക്കളെ. ഞാൻ ഇപ്പൊ പോയി മാറ്റിയിട്ട് വരാം. ഞാൻ ദേ പോയി ദേ വന്നു. എന്ന് വാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാഗുകൾ എടുത്തോ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. ശരി അച്ഛാ, വാ ചിന്നു, നമുക്ക് അങ്ങോട്ട് നോക്കാം. അവിടെയാ സ്കൂൾ ബാഗ് ഉള്ളേ. ഹലോ സാർ, സാറിന് എന്താണ് വേണ്ടത്? ഞങ്ങളിവിടെ സ്കൂൾ ബാഗ്സ് നോക്കാൻ വന്നതാണ്. എൻ്റെ മക്കളപ്പുറം ഉണ്ട്. ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ട് സാർ, ഞാൻ കാണിച്ചു തരാം. ശരി ചേട്ടാ. ആ മക്കളെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാഗ് കിട്ടിയോ? ചേട്ടാ, എന്റെ ബില്ല് എത്രയായി? 4 കുട്ടികൾക്കുള്ള സ്കൂൾ സെറ്റ് അല്ലേ? ടോട്ടൽ 11,000. മാം 10,000 തന്നാ മതി. നമ്മൾ എവിടെയൊക്കെ പോയാലോ അവിടെയൊക്കെ ലില്ലിയും ഉണ്ടല്ലോ. അമ്മ അതാ അമ്മ, ചിന്നും ചിപ്പി ചേച്ചിയും. ഹായ് ചിന്നു മോളെ, എന്നെ അറിയോ? ഹായ്, ഞാൻ ചിന്നുവിന്റെ അച്ഛൻ. കണ്ടതിൽ സന്തോഷം. ഞങ്ങൾ അങ്ങ് നിങ്ങളുടെ വീട്ടിലേക്ക് വരാനിരിക്കുകയായിരുന്നു. ചിന്നു, അന്നത്തെ സംഭവം ഇവർ അറിഞ്ഞോ? നിങ്ങൾ സ്കൂൾ പർച്ചേസ് തുടങ്ങിയോ? ഇല്ല, ഇപ്പോൾ വന്നതേ ഉള്ളൂ. അത് നന്നായി. ഈ ഗിഫ്റ്റ് നിങ്ങളുടെ മക്കൾക്കുള്ളതാണ്. ഇതിൽ സ്കൂളിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. അയ്യോ, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞങ്ങളൊക്കെ ഇപ്പൊ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുന്നായിരുന്നു. ഇത് ലില്ലിയുടെ വക ഒരു ചെറിയ സമ്മാനമായി കരുതിയാൽ മതി. സാധാരണ ഇവളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഇങ്ങനെയൊന്നും ചോദിക്കാത്തതാണ്. പക്ഷെ എന്താണെന്നറിയില്ല, ഇവൾ ഇതിനു മുന്നേ ഇങ്ങനെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഗിഫ്റ്റ് ഒന്നും വാങ്ങിക്കാൻ വേണ്ടി മുൻകൈ എടുത്തിട്ടില്ല. ചിന്നുവിനെ ചിപ്പി ചേച്ചിക്കും അവൾക്ക് തന്നെ എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊടുക്കണമെന്ന് ഒരേ വാശിയായിരുന്നു. ഇവളുടെ മൂത്ത കസിൻസിനെ പോലും ഇവൾ ചേച്ചിന്ന് വിളിക്കാറില്ല. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നിങ്ങൾ തമ്മിൽ എന്തെല്ലാം പ്രത്യേക അറ്റാച്ച്മെന്റ് ഉണ്ടെന്ന്. അതുകൊണ്ട് ഈ സമ്മാനം നിങ്ങൾ എന്തായാലും വാങ്ങണം. അയ്യോ, ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ലെന്നേ. ഞങ്ങളിതെല്ലാം വാങ്ങി കവറും ചെയ്തു. ദയവ് ചെയ്ത് നിങ്ങളിത് വാങ്ങിക്കണം. അതെ അങ്കിളേ, അവളുടെ നല്ലൊരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്യുകയാണെന്ന് വിചാരിച്ച് വാങ്ങണം. ഞാൻ പൊന്നുവിന് വാങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാം വീട്ടിൽ വന്ന് തരാനായിരുന്നു പ്ലാൻ. പക്ഷെ നിങ്ങളിവിടെ കണ്ട സ്ഥിതിക്ക് ഇപ്പോൾ തന്നെ തരാമെന്ന് വിചാരിക്കുന്നു. ഇതാ മക്കളെ, ഇത് പിടിച്ചോ. വാങ്ങിച്ചു മക്കളെ. നിങ്ങൾ എന്റെ നല്ല ഫ്രണ്ട്സ് അല്ലേ, താങ്കിന്റെ ഒന്നും ആവശ്യമില്ല. പൊന്നുവിന്റെ വീട് എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല. അവൾക്കും ഇന്ന് തന്നെ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ വീട് കഴിഞ്ഞാലല്ല, 7ാമത്തെ വീടാണ് മോളെ. എന്നാൽ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. പൊന്നുവിന്റെ വീട്ടിൽ പോയിട്ട് വേറെയും കുറച്ച് സ്ഥലങ്ങളിൽ പോകാനുണ്ട്. ശരി, എന്നാ പിന്നീട് കാണാം. ചിന്നു, ചിപ്പി ചേച്ചി, എന്നാ ഞാൻ പോവാണേ. ബൈ. എന്നാലും എന്റെ ചിന്നു, നിങ്ങൾ ഇത്ര വലിയ ഫ്രണ്ട്സ് ആയിരുന്നോ? സാർ വേറെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്നുണ്ടോ? എന്തായാലും സ്കൂളിലേക്ക് സാധനങ്ങളൊന്നും വാങ്ങിക്കണ്ടല്ലോ. മക്കൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പറ, അച്ഛൻ വാങ്ങിത്തരാം. സത്യമാണോ അച്ഛാ? അതേ മക്കളെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ വാങ്ങിച്ചോളൂ. ആ മോളെ, മോള് വാങ്ങിച്ചോ. അച്ഛാ, എനിക്ക് വേണം ഹാൻഡ് ബാഗ്. ആ മോളെ, മോളും വാങ്ങിച്ചോ. ചേട്ടാ, പിന്നെ ഈ വലിയ പെണ്ണുങ്ങളൊക്കെ മുടിയിലിടുന്ന ക്ലിപ്പില്ലേ, അത് ഒരെണ്ണം വേണം. ആ സാർ, ഇവിടെ അതിന്റെ കുറെ കളക്ഷൻ ഉണ്ട്. അമ്മേ, ഞങ്ങൾ എത്തി. ഇതെന്താ, നിങ്ങളെ ഷോപ്പ് മൊത്തം വാങ്ങിയിട്ട് വന്നോ? ഞങ്ങൾ വാങ്ങിയത് ഈ 2 ബാഗ് മാത്രം. അപ്പോൾ ബോക്സിനകത്ത് എന്താ ഉള്ളേ? അപ്പൊ നിങ്ങളൊന്നും വാങ്ങിയില്ലെന്ന് പറഞ്ഞോ? ഞങ്ങള് വാങ്ങിയതല്ല ദേവു, നമ്മുടെ ചിന്നൂട്ടിയുടെ ഫ്രണ്ട് ഇല്ലേ ലില്ലി,
അവളുടെ അമ്മ വാങ്ങി തന്നതാ. ഇത്ര വലിയ ബോക്സിനകത്ത് സാധനങ്ങളോ? അതെ അമ്മേ, എനിക്കും ചേച്ചിക്കും എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട്. അവരെന്തിനാ വാങ്ങി? ലില്ലി നിർബന്ധിച്ച് വാങ്ങിയതാ. നമുക്കിവിടെ വീട്ടിൽ കൊണ്ടുവന്ന് തരാനായിരുന്നു പ്ലാൻ. നമ്മളെ ഷോപ്പിൽ നിന്ന് കണ്ടതുകൊണ്ട് അവിടുന്ന് തന്നെ തന്നു. നമ്മൾക്ക് മാത്രമല്ല അമ്മേ, പൊന്നൂനും വാങ്ങിയിട്ടുണ്ട്. ചിന്നു, നീയും ലില്ലിയും തമ്മിൽ 1-ാം ക്ലാസ്സിൽ സ്ഥിരം മടിയല്ലായിരുന്നോ? ഇതിനിടയ്ക്ക് എങ്ങനെയാണ് നിങ്ങൾ ഇത്ര വലിയ ഫ്രണ്ട്സായേ? അതെല്ലാം ആയി അമ്മേ. എന്നാ മക്കൾ പോയി ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് വാ, അമ്മ ചായ എടുത്തുതരാം.